ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കും. ക്ലൗഡ് സീഡിംഗിന്റെ ആദ്യഘട്ടം ഇന്ന് നടക്കുമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജിന്ദർ സിംഗ് പറഞ്ഞു. ക്ലൗഡ് സീഡിംഗ് വിമാനം കാൺപൂരിൽ നിന്ന് എത്തിയാൽ നടപടികൾ ഉടൻ ആരംഭിക്കും. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, മലിനീകരണം രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് കൃത്രിമ മഴയ്ക്ക് പദ്ധതിയിട്ടത് സർക്കാർ. എന്തൊക്കെ നടപടികളിലേക്കാണ് കടക്കുന്നത്? ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കുവാനാണ് ഡൽഹി സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടാകുന്നത്. കാരണം വായു മലിനീകരണം അതീവ മോശം അവസ്ഥയിൽ തുടരുകയാണ്. ക്ലൗഡ് സീഡിംഗിന്റെ ആദ്യഘട്ടം ഇന്ന് നടക്കുമെന്നതാണ് ഡൽഹി പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കുന്നത്. വിമാനം കാൺപൂരിൽ നിന്ന് ഡൽഹിയിലെത്തിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. പ്രധാനമായും ഈ കാൺപൂരിൽ കാഴ്ചാപരിധി കുറഞ്ഞതാണ് ഈ വിമാനം വൈകാൻ കാരണം. നേരത്തെ തന്നെ IIT കാൺപൂരുമായി ഈ ഡൽഹി സർക്കാർ ഈ ക്ലൗഡ് സീഡിംഗും അതുപോലെ തന്നെ കൃത്രിമ മഴ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടിരുന്നു. രാജ്യത്തിൽ ആദ്യമായി കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് വായു മലിനീകരണം തടയാനുള്ള സർക്കാരിന്റെ നീക്കം നടക്കുന്നത്. കാരണം അതീവ മോശം വിഭാഗത്തിൽ, കാരണം ദീപാവലി ആഘോഷങ്ങൾക്കെല്ലാം പിന്നാലെ ഡൽഹിയിൽ വായു മലിനീകരണം മോശമായി തന്നെ തുടരുകയാണ്. ഇതിനൊരു പ്രതിവിധി എന്ന ഇതിലാണ് ഇപ്പോൾ കൃത്രിമ മഴ പെയ്യിക്കാൻ ഒരുങ്ങുന്നത്. കാൺപൂരിൽ നിന്നുള്ള വിമാനം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലൗഡ് സീഡിംഗ് നടപടികൾ ആരംഭിക്കും. ശരി അരവിന്ദ്.